തപസ്യ കലാസാഹിത്യവേദി തിരുവനന്തപുരം ജില്ലാ വാർഷികോത്സവം സംഘടിപ്പിച്ചു. ചലച്ചിത്ര പിന്നണി ഗായിക ഭാവന രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ഭാരതീയ വിചാര കേന്ദ്രം സംസ്കൃതി ഭവനിൽ നടന്ന ചടങ്ങ് പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രത്തിനും ദേശീയതയ്ക്കുമെതിരായ കടന്നുകയറ്റങ്ങൾ വർത്തമാനകാല ദുരന്തങ്ങളായി അവശേഷിക്കുന്ന കാലത്താണ് സംസ്കാരത്തെയും സംസ്കൃതിയെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തപസ്യ കലാസാഹിത്യവേദിയുടെ തിരുവനന്തപുരം ജില്ലാ വാർഷികോത്സവം നടന്നത്. ഭാരതീയ വിചാര കേന്ദ്രം സംസ്കൃതി ഭവനിൽ നടന്ന ചടങ്ങ് വിഖ്യാത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിന്റെ ദൂഷ്യഫലങ്ങൾ സമൂഹത്തെ നശിപ്പിക്കുമ്പോൾ മോചനം കൊടുക്കുന്നത് കലയിലൂടെയാണെന്നും കല നശിച്ചാൽ സംസ്കാരവും സംസ്കൃതിയും നശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സത്യത്തിന്റെ ധർമ്മത്തിന്റെ പ്രതിരൂപമാണ് സ്വാമി വിവേകാനന്ദൻ. എന്താ വിവേകാനന്ദന്റെ പ്രത്യേകത? വിവേകാനന്ദൻ ലോകത്തെ ഒന്നിച്ചു കണ്ടയാളാണ്. മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാണ്, സഹോദരങ്ങളാണ്. ഇത് ഭാരതീയ ചിന്താഗതിയാണ്, നമ്മുടെ രാജ്യം മുമ്പോട്ട് വെക്കുന്ന ചിന്താഗതിയാണ്. വേറൊരു രാജ്യത്തിനില്ല ഈ ചിന്ത. മുതലാളിത്തത്തിൻ്റെയോ അല്ലെങ്കിൽ സങ്കുചിതമായ രാഷ്ട്രീയ അധിനിവേശത്തിൻ്റെയോ പാഠങ്ങൾ പ്രായോഗികമാക്കുന്ന രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു മഹത്വം ഇല്ല. 3 വിഭാഗങ്ങളിലായി നടന്ന പരിപാടിയിൽ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. ഈ പരിപാടിയിൽ തപസ്യയുടെ തിരുവനന്തപുരം ജില്ലയിലെ 15 യൂണിറ്റുകളിൽ നിന്നുള്ള ചുമതലയുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മുതൽ ചുമതലയുള്ള കാര്യകർത്താക്കളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തിൽ തപസ്യയുടെ പ്രവർത്തനം, കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനം വിലയിരുത്തുകയും വരുന്ന വർഷത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആസൂത്രണം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സംഗീത സംവിധായകൻ ദർശൻ രാമചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക ഭാവന രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ തപസ്യ ജില്ലാ ജനറൽ സെക്രട്ടറി സുജിത് ഭവാനന്ദൻ സ്വാഗതം പറഞ്ഞു. ജനം, തിരുവനന്തപുരം.